ഹോർമൂസ് ഉപരോധം 2 ദിവസം പൂർത്തിയാകുമ്പോൾ സമ്പൂർണ്ണമെന്ന അവകാശവാദവുമായി അമേരിക്ക. ഇക്കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ ഒരു കപ്പലും ഹോർമൂസ് കടലിടുക്ക് കടന്നിട്ടില്ലെന്നാണ് അമേരിക്കൻ ഭരണകൂടത്തിന്റെ വാദം. ഹോർമൂസ് ഉപരോധത്തിന് വേണ്ടി മാത്രം 10,000 സൈനികരെ വിന്യസിച്ചതായും 12 പടക്കപ്പലുകളും 100 വിമാനങ്ങളും ദൌത്യത്തിൽ പങ്കാളികളായതായും അവകാശപ്പെട്ട US സെൻട്രൽ കമാൻഡർ ഇവിടെയെത്തിയ കപ്പലുകളെ മടക്കി അയച്ചെന്നും വ്യക്തമാക്കി. 2 ദിവസത്തിനകം ഇറാനുമായി സമാധാന ചർച്ച പുനരാരംഭിക്കുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനം നിലനിൽക്കെ ഹോർമൂസിൽ അമേരിക്കയുടെ നാവിക ഉപരോധം തുടരുന്നത് കല്ലുകടിയാണ്. എന്നാൽ ഉപരോധം ഇതുവരെയും സംഘർഷത്തിലേക്ക് നീങ്ങാത്തത് ശുഭസൂചനയാണ്. ഇറാനുമേലുള്ള നാവിക ഉപരോധം തുടരുന്നതിനിടെയാണ് ചർച്ചകൾ പുനരാരംഭിക്കാനുള്ള സാധ്യതകൾ സൂചിപ്പിച്ചാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തുവന്നത്. അമേരിക്കയിൽ നിന്നുള്ള പുതിയ പ്രസ്താവനകൾ ചർച്ചയ്ക്കുള്ള സാധ്യതകളെ സജീവമാക്കുകയാണ്. ആണവ വിഷയത്തിൽ ധാരണയിലെത്തിയാൽ ഇറാന് മുന്നിൽ തുറക്കാൻ പോകുന്നത് വലിയ അവസരങ്ങളാണെന്ന് വൈസ് പ്രസിഡന്റ് JD വാൻസ് വ്യക്തമാക്കി. ചർച്ചകൾക്കുള്ള സാധ്യതകളെ ഇറാൻ പ്രതികരിച്ചിട്ടില്ല. ഈ വാരാന്ത്യത്തിനുള്ളിൽ ചർച്ചയുണ്ടായേക്കുമെന്നാണ് പ്രതീക്ഷ. യുറേനിയം ശേഖരം കൈമാറാനും ആണവ പദ്ധതിയിൽ പിന്നോട്ടു പോകാനും ഇറാൻ തയ്യാറാകുമോ എന്നത് പ്രധാനമാണ്. അങ്ങനെയെങ്കിൽ ഉപരോധങ്ങൾ നീക്കി അമേരിക്കയും വലിയ പ്രഖ്യാപനങ്ങൾ നടത്തിയേക്കും. ഇറാനുമായുള്ള സമാധാന ചർച്ചകൾ 2 ദിവസത്തിനകം പുനരാരംഭിക്കുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തിനു പിന്നാലെ ഇറാന് മുന്നറിയിപ്പുമായി റഷ്യയും രംഗത്തെത്തി. ചർച്ച ആക്രമണത്തിനുള്ള മറയായി അമേരിക്ക മാറ്റുമെന്നാണ് റഷ്യൻ വിദേശകാര്യമന്ത്രി അഭിപ്രായപ്പെട്ടത്. അമേരിക്കയുടെ മുൻകാല പ്രവർത്തനങ്ങൾ ഇതിന് ഉദാഹരണമാണ്. ചർച്ചകൾ കരയാക്രമണം നടത്താനുള്ള മറ മാത്രമായിരിക്കുമെന്നാണ് റഷ്യയുടെ സുപ്രധാന മുന്നറിയിപ്പ്. യുറേനിയം സമ്പുഷ്ടീകരണം ഇറാന്റെ അവകാശമാണെന്ന നിലപാടും റഷ്യൻ വിദേശകാര്യമന്ത്രി ആവർത്തിച്ചു. അതേസമയം ഇറാനുമായി സമാധാന ചർച്ച 2 ദിവസത്തിനകം വീണ്ടും തുടങ്ങുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ ചർച്ചകളിൽ മധ്യസ്ഥത വഹിക്കുന്ന പാകിസ്ഥാൻ സംഘം ഇറാനിലെത്തുന്നതോടെ പ്രതീക്ഷകളും വർദ്ധിച്ചിരിക്കുകയാണ്. അതേസമയം US അവകാശവാദങ്ങളെയെല്ലാം തള്ളിക്കൊണ്ട് ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഫാർസും രംഗത്തെത്തി. ഉപരോധം ലംഘിച്ച് ഇറാന്റെ ഉപരോധ പട്ടികയിലുള്ള ഒരു സൂപ്പർ ടാങ്കർ ഹോർമൂസ് കടലിടുക്ക് കടന്ന് ഇറാന്റെ ഇമാം ഖുമൈനി തുറമുഖത്തേക്ക് നീങ്ങുന്നതായാണ് ഫാർസ് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തത്. 20 ലക്ഷം ബാരൽ അസംസ്കൃത എണ്ണ വഹിക്കാൻ ശേഷിയുള്ളതാണ് സൂപ്പർ ടാങ്കർ. അതേസമയം ബദൽ തുറമുഖങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് US ഉപരോധം മറികടക്കാൻ ഇറാൻ അധിക നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള എണ്ണക്കടത്ത് തടയുന്നത് ആഗോള വിപണിയെയും ബാധിക്കുമെന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അമേരിക്കൻ നാവികസേനയുടെ യുദ്ധക്കപ്പലുകളും വിമാനങ്ങളും മേഖലയിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇറാന്റെ ഭാഗത്തുനിന്നുള്ള നീക്കങ്ങളെയും അമേരിക്ക ഉറ്റുനോക്കുന്നു. അതേസമയം വെടിനിർത്തൽ 2 ആഴ്ച കൂടി നീട്ടാൻ അമേരിക്കയും ഇറാനും തീരുമാനിച്ചേക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. ഹോർമൂസ് കടലിടുക്കിൽ ഇറാനെ ശ്വാസം മുട്ടിക്കാൻ അമേരിക്ക തീർത്ത നാവിക ഉപരോധം ചൈനീസ് കപ്പൽ തകർക്കുകയും ചെയ്തു. സംഘർഷ മേഖലയിൽ അമേരിക്കൻ പടക്കപ്പലുകൾ കാവൽ നിൽക്കെ തന്നെയാണ് ചൈനീസ് ഉടമസ്ഥതയിലുള്ള ചരക്കുകപ്പൽ സുരക്ഷിതമായി പുറത്തെത്തിച്ചത്. ഇതോടെ ഡൊണാൾഡ് ട്രംപിന്റെ ഉപരോധം വെറും ജലരേഖയാണെന്ന് പരിഹസിച്ച് ഇറാനും രംഗത്തെത്തി. ഷാങ്ഹായ് ഷുവാൻഡൻ ഷിപ്പിംഗ് കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള റിച്ച് ടാറി എന്ന ടാങ്കർ കപ്പലാണ് അമേരിക്കൻ ഉപരോധത്തെ മറികടന്ന് ഒമാൻ ഉൾക്കടലിൽ പ്രവേശിച്ചത്. മലാവിയുടെ പതാകയേന്തിയ ഒരു കപ്പലിനെ കഴിഞ്ഞ ദിവസം അമേരിക്കൻ സൈന്യം തടഞ്ഞു തിരിച്ചയച്ചിരുന്നു. എന്നാൽ തങ്ങളുടെ കപ്പലിൽ ചൈനീസ് ജീവനക്കാരാണുള്ളതെന്ന് വ്യക്തമാക്കിയതോടെ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്ക് വഴിമാറി കൊടുക്കേണ്ടി വന്നതായാണ് റിപ്പോർട്ടുകൾ. ഏകദേശം 2 വർഷം മുമ്പ് ഇറാനെ സഹായിച്ചുവെന്നാരോപിച്ച് അമേരിക്ക കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയ കപ്പലാണ് ഇപ്പോൾ ട്രംപിന്റെ കൺമുന്നിലൂടെ കടന്നുപോയത്. സമൂഹമാധ്യമമായ ട്രൂത്ത് സോഷ്യൽ വഴി വൻ ഭീഷണിയായിരുന്നു ട്രംപ് മുഴക്കിയിരുന്നത്. ഹോർമൂസ് ഉപരോധം ലംഘിക്കുന്ന ഏത് രാജ്യത്തിന്റെ കപ്പലായാലും തകർക്കുമെന്നായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം. പാകിസ്ഥാനിൽ നടന്ന ചർച്ചകൾ പരാജയപ്പെട്ടതിന് പിന്നാലെ പ്രഖ്യാപിച്ച ഈ കർക്കശ നിലപാടാണ് ചൈനീസ് കപ്പലിന് മുന്നിൽ തകർന്നു വീണത്. അമേരിക്കയുടെ ഭീഷണി വെറും പൊള്ളയാണെന്നും ലോകരാജ്യങ്ങൾ ട്രംപിനെ ഭയപ്പെടുന്നില്ലെന്നും ഇറാൻ ഭരണകൂടം പ്രതികരിച്ചു. ചൈനീസ് കപ്പലിന്റെ നീക്കം ഇറാനുമേലുള്ള സാമ്പത്തിക ഉപരോധത്തിന്റെ മൂർച്ച കുറയ്ക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.